Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് CPT Pathology and Laboratory ചാപ്റ്ററിലെ പാനൽ കോഡിംഗ് എന്നുള്ള ടോപ്പിക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അതുപോലെ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഇവിടെ ചാപ്റ്റർ വരുന്നത് പെത്തോളജി ആൻഡ് ലബോറട്ടറി ആണ്. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ പെത്തോളജീനെയും ലബോറട്ടറിനെയും ഒരുമിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് ഈസ് പെത്തോളജി? പെത്തോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് പെത്തോളജി. അതിലെന്തൊക്കെ പഠിക്കുക? കോസസ്, ഒറിജിൻ, ആക്ഷൻ ഒക്കെയാണ്. ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നത് എങ്ങനെയാണ്? സർട്ടൻ സ്പെസിമെനെ എടുത്ത് അല്ലെങ്കിൽ സാമ്പിളിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്ത് അത് ലബോറട്ടറിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ ഡിസീസസ്, അതിൻ്റെ കോസ്, അതിൻ്റെ ഒറിജിൻ, അത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെത്തോളജി ആൻഡ് ലബോറട്ടറി എന്ന് പറയുമ്പോൾ കോയിൻഡ് ആണ്, അല്ലെങ്കിൽ ദേ ആർ ഇൻ്റർ റിലേറ്റഡ് ടേംസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു പെത്തോളജിയിൽ ഒരു ഡിസീസിനെ പറ്റി സ്റ്റഡി ചെയ്യണമെങ്കിൽ ലബോറട്ടറി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസീസിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഇവിടെ കോഡുകൾ വരുന്നത് ഓർഗൻ ഓർ ഡിസീസ് ഓറിയൻറ്റഡ് പാനൽസിൻ്റെ അണ്ടറിലാണ് ഈ പാനൽ കോഡിങ്ങിനെ പറ്റി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു പാനൽ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ഒരേ ടൈമിൽ പെർഫോം ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില പേഷ്യൻസിന് ബ്ലഡ് ഷുഗർ ലെവല്, ബ്ലഡ് പ്രഷർ ലെവല്, അല്ലെങ്കിൽ ബ്ലഡിലുള്ള കൗണ്ട്, WBC, RBC, ഹീമോഗ്ലോബിൻ്റെ കൗണ്ട്, അതുപോലെ കൊളസ്ട്രോളിൻ്റെ ലെവല്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരേ ടെസ്റ്റിൽ തന്നെ പെർഫോം ചെയ്യാറുണ്ട്. അതായത് ഒരു പ്രാവശ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്താൽ ഇത്രയും ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ടെസ്റ്റുകളെ നമുക്ക് ഓരോന്നായിട്ട് കോഡ് ചെയ്യാനും പറ്റുന്നതാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഈ 5 ടെസ്റ്റ് പെർഫോം ചെയ്തു എന്ന് വിചാരിച്ചോ, ഈ 5 ടെസ്റ്റിനെയും ഓരോന്നായിട്ട് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ അത്രയും ടൈം എക്സ്ട്രാ വേണം. അതുപോലെ തന്നെ ഇതിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന ആളുകളായാൽ പോലും ഈ ഓരോ കോഡുകൾ വെരിഫൈ ചെയ്ത് നിൽക്കേണ്ടി വരും. പക്ഷെ അതിന് പകരം ഒരു പാനൽ എന്ന് പറഞ്ഞാൽ ഒരു കോഡിൻ്റെ അണ്ടറിൽ ഒരു 5 നമ്പർ ഓഫ് ടെസ്റ്റുകൾ പറയും. 5 എന്നല്ല, പല നമ്പർ ഓഫ് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ 5 നമ്പർ ഓഫ് ടെസ്റ്റുകൾ ഒരു പാനലിൻ്റെ അണ്ടറിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1 2 3 4 എന്നുള്ള ഒരു എക്സാമ്പിളാണ്, ഒരു കോഡിൻ്റെ അണ്ടറിൽ 5 ടെസ്റ്റുകൾ പറയുകയാണ്. ഇപ്പം ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ അതുപോലെ ബ്ലഡ് കൗണ്ട്, അങ്ങനത്തെ വേരിയസ് ഫോംസിലുള്ളതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാനൽ അല്ലെങ്കിൽ ആ ഒരു കോഡ് മാത്രം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഈ താഴെ പറഞ്ഞ 5 ടെസ്റ്റുകളും അവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഓരോന്നിനെയും കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ കോഡ് കൊടുത്താൽ ഈ 5 ടെസ്റ്റുകൾക്കുള്ള കോഡും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ടൈം കൺസ്യൂം ചെയ്യാനും ഒരുപാട് മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാനും ഈ പാനൽ കോഡുകൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഈ ഓർഗൻ ഓർ ഡിസീസ് ഓറിയൻറ്റഡ് പാനൽസ് എന്നുള്ള ഹെഡിങ്ങിൻ്റെ അണ്ടറിലുള്ള പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ദീസ് പാനൽസ് were developed for coding purposes only and should not be interpreted as clinical parameters. The test listed with each panel identify the defined component of that panel. അതായത് കോഡ് ചെയ്യാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാനലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്, these panel components are not intended to limit the performance of other tests. If one performed test in addition to those specifically indicated for a particular panel, those tests should be reported separately in addition to the panel code. സോ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് ഒരു പാനലിൻ്റെ അണ്ടറിലുള്ള ടെസ്റ്റ് പറഞ്ഞു എന്ന് വിചാരിച്ച് വേറൊരു എക്സ്ട്രാ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇവിടെ പറയുന്നില്ല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഒരു 5 ടെസ്റ്റ് ഒരു പാനലിൻ്റെ അണ്ടറിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോഡിൻ്റെ അണ്ടറിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 5 ടെസ്റ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. 6ാമതൊരു ടെസ്റ്റ്, 6th ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ 6th വണ്ണിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, ഈ ഒരു പാനലിൻ്റെ അണ്ടറിൽ ഇല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ കോഡായിട്ട് കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഓരോ ടെസ്റ്റിനും ഓരോ കോഡുകൾ അവൈലബിൾ ആണ്. പക്ഷെ ഒരു 5 ഒരു പാനലിൻ്റെ അണ്ടറിലുള്ളതാണ് പെർഫോം ചെയ്തതെങ്കിൽ ആ ഒരു പാനൽ നമുക്ക് കോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 6th വൺ ഒരു എക്സ്ട്രാ ടെസ്റ്റ് പറയുമ്പോൾ ആ ഒരു ടെസ്റ്റിൻ്റെ പെർട്ടിക്കുലർ കോഡ് എടുത്ത് എക്സ്ട്രാ ആയിട്ട് കോഡ് ചെയ്താൽ മതി. ഓക്കെ,
Next paragraph, do not report two or more panel codes that include any of the same constituent test performed from the same patient collection. If a group of tests overlaps two or more panels, report the panel that incorporates the greater number of tests to fulfill the code definition and report the remaining tests using individual test code. Example, do not report 80047 in conjunction with 80053 ആണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ 2 പാനലുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ പാനലിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു 5 ടെസ്റ്റുകളാണുള്ളത്. ഈ 5 ടെസ്റ്റും തന്നെയുള്ള വേറൊരു 10 ടെസ്റ്റുള്ള വേറൊരു പാനൽ ഉണ്ടെന്ന് വിചാരിച്ചോ. അതായത് ആദ്യത്തെ 5 ടെസ്റ്റും ഇതിലുണ്ട്, ഒരു എക്സ്ട്രാ 5 ടെസ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഈ ആദ്യത്തെ പാനലും രണ്ടാമത്തെ പാനലും ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ പാനലായിരിക്കണം. കാരണം അതിലാണ് കൂടുതൽ നമ്പർ ഓഫ് ടെസ്റ്റുകൾ പറയുന്നത്. ഈ 5 കൂടാതെ വരുന്ന എക്സ്ട്രാ ടെസ്റ്റുകളും അതിൽ തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഇപ്പം ഈ 10 ടെസ്റ്റും ഉണ്ട്, പിന്നെ ഒരു 11th ടെസ്റ്റും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ കോഡും കൂടി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളതാണ് 80047ഉം 80053. അത് നമ്മൾ കോഡുകൾ നോക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. സോ ഈ പാനൽ കോഡിങ്ങിൽ നമ്മൾ കോഡുകൾ പിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു 5 എലമെൻറ്റ്സ് അല്ലെങ്കിൽ 5 ടെസ്റ്റുകൾ ഒരു പാനലിൽ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പാനൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതിൽ 4 ടെസ്റ്റേ പെർഫോം ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ ആ പാനലിൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഓരോ ടെസ്റ്റുകളായിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഒരു പാനലിൻ്റെ അണ്ടറിൽ 5 ടെസ്റ്റുകളുണ്ട്, പക്ഷെ അതിൽ 4 പെർഫോം ചെയ്തോളൂ എങ്കിൽ നമുക്ക് ആ ഒരു പാനൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. 4 ടെസ്റ്റിന് ഓരോ കോഡ് സെപ്പറേറ്റ് കോഡായിട്ടേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ 5 ടെസ്റ്റും പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എൻ്റയർ പാനലായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും 2 പാനൽ പറയുകയാണെങ്കിൽ അതിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മോർ നമ്പർ ഓഫ് ടെസ്റ്റ് ഏതിലാണോ പറയുന്നത് അതാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഏതെങ്കിലും ഒരു പാനലുണ്ട്, അതിൻ്റെ കൂടെ അഡീഷണൽ ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പാനൽ കോഡിൻ്റെ കൂടെ അഡീഷണൽ ടെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ പാനൽ കോഡിങ്ങിൽ എപ്പോഴും എല്ലാ കോഡ് ടെസ്റ്റുകളും ഇൻക്ലൂഡഡ് ആയിരിക്കണം. നമ്മളെപ്പോഴും കോഡ് ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റും മിസ് ചെയ്യാൻ പാടില്ല, ഒരു ടെസ്റ്റും റിപ്പീറ്റ് ചെയ്ത് കോഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഒന്നും നമ്മൾ മിസ് ചെയ്യരുത്, റിപ്പീറ്റ് ചെയ്യരുത്. അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ 2 പാനൽ പറയുകയാണ്, ഒരേ ടെസ്റ്റുകൾ 2 ഒരെണ്ണത്തിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മളിത് 2 റിപ്പോർട്ട് ചെയ്താൽ എന്താണ്, ഇപ്പോൾ പാനൽ എയിൽ ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ടോട്ടൽ ബ്ലഡ് കൗണ്ടൊക്കെ നോക്കുന്നതാണ്. രണ്ടാമത്തെ പാനൽ ബിയിൽ എക്സ്ട്രാ ആയിട്ട് സോഡിയം, കാൽസ്യം, ക്ലോറൈഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ ആദ്യം പറഞ്ഞതിൻ്റെ കൂടെ എക്സ്ട്രാ. അപ്പോൾ നമ്മൾ ഈ 2 പാനൽ എയും ബിയും റിപ്പോർട്ട് ചെയ്താൽ എന്താ പറ്റുക, ഈ ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ടോട്ടൽ ബ്ലഡ് കൗണ്ട് എല്ലാം 2 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ 2 പ്രാവശ്യം ഒരേ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരു ബ്ലഡ് എടുത്തു എന്നിട്ട് 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തത് അവിടെ അപ്രോപ്രിയേറ്റ് അല്ല, അത് റോങ് ആണ്, ഫ്രോഡാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം പാനലിൽ നിന്ന് കോഡ് എടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ പാനൽ കോഡുകളുടെ കൂടെ മോഡിഫയർ 52, 22 ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാറില്ല. കാരണം എന്താ, 22 എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് പ്രൊസീജിയറൽ സർവീസ് ആണ്. ഇപ്പോൾ ഒരു പാനലിൽ 5 ടെസ്റ്റ് ഉണ്ട്, 6th ടെസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പാനലിൻ്റെ കൂടെ 22 കൊടുത്താൽ പോരെ എന്ന് വിചാരിക്കരുത്. നമ്മൾ 22 കൊടുക്കാൻ പാടില്ല. അതിന് പകരം ഏത് ടെസ്റ്റാണോ എക്സ്ട്രാ പെർഫോം ചെയ്തത് ആ ടെസ്റ്റിൻ്റെ കോഡാണ് എക്സ്ട്രാ കൊടുക്കേണ്ടത്, മോഡിഫയർ അല്ല കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പാനലിൽ 5 ടെസ്റ്റുകളുണ്ട്, അതിൽ 4 പെർഫോം ചെയ്തു എന്ന് വിചാരിച്ച് ആ പാനൽ കോഡിൻ്റെ കൂടെ 52 കൊടുത്താൽ പോരാ. റെഡ്യൂസ്ഡ് സർവീസ് ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുക, നമുക്ക് ഓരോ കോഡുകൾ 4 കൊടുക്കേണ്ടതാണ്. സോ ഇനി കോഡുകൾ നോക്കുകയാണെങ്കിൽ 80047 എന്ന് പറയുന്നത് ബേസിക് മെറ്റബോളിക് പാനലാണ്. ആ പാനലിൽ കാൽസ്യം അയനൈസ്ഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറൈഡ്, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം, സോഡിയം, യൂറിയ, നൈട്രജൻ ഇത്രയും ടെസ്റ്റുകളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാൽസ്യം അയനൈസ്ഡ് ആണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ 80048 വരുമ്പോഴും ബേസിക് മെറ്റബോളിക് പാനൽ തന്നെയാണ്. ആദ്യം പറഞ്ഞ 80047 എല്ലാ ടെസ്റ്റും ഉണ്ട്, പക്ഷേ ഇവിടെ ഡിഫറൻസ് വരുന്നത് കാൽസ്യം ടോട്ടലാണ് നോക്കുന്നത്.
സോ A0047ഉം 48ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 47ൽ കാൽസ്യം അയണൈസ്ഡും 48ൽ കാൽസ്യം ടോട്ടലുമാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഓരോ ടെസ്റ്റുകളുടെയും നേരെ, അതായത് ഇപ്പോൾ കാൽസ്യം അയണൈസ്ഡിൻ്റെ ബ്രാക്കറ്റിൽ 82330 കാണാം. അപ്പോൾ അതെന്താണ്? അതാണ് ആ ടെസ്റ്റിൻ്റെ കോഡ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ 80047 റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ കാൽസ്യം അയണൈസ്ഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറൈഡ്, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം, സോഡിയം, യൂറിയ, നൈട്രജൻ ഈ 8 ടെസ്റ്റുകളും പെർഫോം ചെയ്താൽ മാത്രമേ 80047 റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിലിപ്പോൾ 7 ടെസ്റ്റേ പെർഫോം ചെയ്തുള്ളൂ എങ്കിൽ നമ്മൾ ആ 7 ടെസ്റ്റിനെയും ഓരോ കോഡുകളായിട്ട്, അതായത് ഇപ്പോൾ കാൽസ്യം അയണൈസ്ഡിൻ്റെ 82330, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 82374, ക്ലോറൈഡ് ആണെങ്കിൽ 82435, അങ്ങനെ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ 8 ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പാനൽ കംപ്ലീറ്റ് ആവുള്ളൂ. പാനൽ കംപ്ലീറ്റ് ആയാൽ മാത്രമേ 80047 എന്നുള്ള പാനൽ കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റിൽ ഇതുപോലെ തന്നെ 80048ലും ഈ ഒരു പാനലിൽ പറയുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്താൽ മാത്രമേ നമുക്ക് 80048 റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം കുറവാണെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പം 80047ലുള്ള എല്ലാ ടെസ്റ്റും ചെയ്തു, അതായത് കാൽസ്യം അയണൈസ്ഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറൈഡ്, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം, സോഡിയം, യൂറിയ, നൈട്രജൻ ഇത്രയും ടെസ്റ്റുകൾ ചെയ്തു. അതിൻ്റെ ഒപ്പം കാൽസ്യം ടോട്ടൽ കൂടി ടെസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 80047 റിപ്പോർട്ട് ചെയ്തിട്ട് കാൽസ്യം ടോട്ടലിൻ്റെ 82310 എന്നുള്ള കോഡ് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ വരുന്ന ടെസ്റ്റിന് എക്സ്ട്രാ ആയിട്ട് കോഡ് ചെയ്യുക, അല്ലാതെ 80048 പിന്നെ നമുക്ക് 80047ൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറൈഡ്, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം, സോഡിയം, യൂറിയ, നൈട്രജൻ എല്ലാം രണ്ടിലും കോമൺ ആണ്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യും. 80047ഉം 48ഉം ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്താൽ ഇത് 2 ടൈംസ് റിപ്പോർട്ട് ചെയ്തതാവും. അത് റോങ് ആണ്, അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏതർ 80047 അല്ലെങ്കിൽ 48 റിപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ ഇപ്പം 80047 ആണെങ്കിൽ കാൽസ്യം ടോട്ടൽ സെപ്പറേറ്റ് റിപ്പോർട്ട് ചെയ്യുക. 80048 ആണ് ഓപ്ഷനിലുള്ളതെങ്കിൽ കാൽസ്യം അയണൈസ്ഡ് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു പാനലുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് 80050. അത് ജനറൽ ഹെൽത്ത് പാനലാണ്. ഈ പാനലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനലാണ്. ബ്ലഡ് കൗണ്ട്, കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആൻഡ് ഓട്ടോമേറ്റഡ് ഡിഫറൻഷ്യൽ WBC കൗണ്ട് ആണ്. അല്ലെങ്കിൽ ബ്ലഡ് കൗണ്ട്, കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് മാനുവൽ ഡിഫറൻഷ്യൽ WBC കൗണ്ട്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതായത് ഇവിടെ 1, 2, 3. ഓക്കെ, ഇവിടെ 4 ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ 1, ബ്ലഡ് കൗണ്ട് കംപ്ലീറ്റിൻ്റെ ഓട്ടോമേറ്റഡ് ആൻഡ് ഓട്ടോമേറ്റഡ് ഡിഫറൻഷ്യൽ 1, അതല്ലെങ്കിൽ ബ്ലഡ് കൗണ്ട് കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് മാനുവൽ ഡിഫറൻഷ്യൽ അതിലേതെങ്കിലും ഒരെണ്ണം, പിന്നെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇങ്ങനെ 3 ടെസ്റ്റുകൾ പെർഫോം ചെയ്താലാണ് നമുക്ക് ജനറൽ ഹെൽത്ത് പാനലിൻ്റെ 80050 റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിലേതെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് കോഡ് 80051 ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റ് പാനലാണ്. ഈ പാനലിൽ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറൈഡ്, പൊട്ടാസ്യം ആൻഡ് സോഡിയം ആണ്. അപ്പോൾ ഈ പറയുന്ന 4 ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് ഇലക്ട്രോലൈറ്റ് പാനൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ 80053 ആണ്. കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനലാണ്. അപ്പോൾ ഇതിലെ ടെസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ആൽബുമിൻ, ബിലിറുബിൻ, കാൽസ്യം ടോട്ടൽ, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറൈഡ്, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, ഫോസ്ഫേറ്റ്, ആൽക്കലൈൻ, പൊട്ടാസ്യം, പ്രോട്ടീൻ, സോഡിയം, ട്രാൻസ്ഫറസ് അലാനിൻ അമിനോ, ട്രാൻസ്ഫറസ് ആസ്പറേറ്റ് അമിനോ, യൂറിയ, നൈട്രജൻ. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത 80047 48ലുള്ള ടെസ്റ്റുകളും ഈ ഒരു കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനലിൽ ഇൻക്ലൂഡഡ് ആണ്. ആദ്യത്തെ കോഡുകളിൽ പറഞ്ഞത് ബേസിക് മെറ്റബോളിക് പാനലാണ്, ഇത് കോംപ്രഹെൻസീവ് ആണ്. അപ്പോൾ ബേസിക്കിൽ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളുടെ ഒപ്പം കുറച്ച് കൂടുതൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റുകളാണ് ഈ കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനലിൽ പറയുന്നത്. ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ വായിച്ചപ്പോൾ അതിലൊരു എക്സാമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡു നോട്ട് റിപ്പോർട്ട് 80047 ഇൻ കൺജങ്ഷൻ വിത്ത് 80053 എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ഈ 80047ലുള്ള എല്ലാ ടെസ്റ്റുകളും 80053 ഇൻക്ലൂഡഡ് ആണ്. അതോടൊപ്പം കുറച്ച് എക്സ്ട്രാ ടെസ്റ്റും കൂടി ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളോട് പറയുകയാണ് കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനലും ബേസിക് മെറ്റബോളിക് പാനലും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ ഇപ്പം നമ്മളോട് കാൽസ്യം അയണൈസ്ഡ് ആണ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാൽസ്യം അയണൈസ്ഡിൻ്റെ കോഡ് എക്സ്ട്രാ കൊടുക്കുക. അതല്ല കാൽസ്യം ടോട്ടൽ ആണെങ്കിൽ നമുക്ക് 80053 മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുള്ള കാൽസ്യം ടോട്ടലാണ്. അപ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. ബാക്കി എല്ലാ ടെസ്റ്റുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 2 പാനൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ഉള്ള പാനലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും എക്സ്ട്രാ ടെസ്റ്റുകൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ 8004-8 53 ഒരുമിച്ച് എന്തായാലും റിപ്പോർട്ട് ചെയ്യരുത്, കാരണം എല്ലാ ടെസ്റ്റുകളും സെയിം ആണ്. നമ്മൾ എക്സ്ട്രാ രണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഒരു ടെസ്റ്റ് 2 പ്രാവശ്യം ചെയ്തതായിട്ട് തന്നെ പറയാം, അത് റോങ് ആണ്. സോ അതാണ് 8004-7 53 ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് 8005 പറയുന്നത് ഒബ്സ്റ്റെട്രിക് പാനലാണ്. ഇതിൽ ടെസ്റ്റുകൾ ബ്ലഡ് കൗണ്ട് കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആൻഡ് ഓട്ടോമേറ്റഡ് ഡിഫറൻഷ്യൽ WBC കൗണ്ട് ഓർ ബ്ലഡ് കൗണ്ട് കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് മാനുവൽ ഡിഫറൻഷ്യൽ WBC കൗണ്ട് ആണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം. നെക്സ്റ്റ് വൺ ഹെപ്പറ്റൈറ്റിസ് B സർഫസ് ആൻറ്റിജൻ, ആൻറ്റിബോഡി റുബെല്ല, സിഫിലിസ് ടെസ്റ്റ്, നോൺ ടെമ്പോണീമിയൽ ആൻറ്റിബോഡി ക്വാളിറ്റേറ്റീവ് ആണ്. ആൻറ്റിബോഡി സ്ക്രീൻ RBC, ഈച്ച് സെറം ടെക്നിക്, ബ്ലഡ് ടൈപ്പിംഗ് ABO, ബ്ലഡ് ടൈപ്പിംഗ് RHD. ഇത്രയും ടെസ്റ്റുകൾ പെർഫോം ചെയ്താൽ നമുക്ക് ഒബ്സ്റ്റെട്രിക് പാനലായിട്ട് എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാനൽ എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ 8008-1 ആണ്. ഇത് ഒബ്സ്റ്റെട്രിക് പാനൽ തന്നെയാണ്, പക്ഷേ ഇതിലെന്താണ് ഇൻക്ലൂഡ്സ് HIV ടെസ്റ്റ് ആണ്. 8005-നെ വെച്ച് നോക്കുമ്പോൾ ഒരു HIV ടെസ്റ്റ് ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. സോ അത് HIV ടെസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ 8008-1 റിപ്പോർട്ട് ചെയ്താൽ മതി. ഇതൊരു ഹാഷ് കാണാൻ പറ്റും, അത് ഉദ്ദേശിക്കുന്നത് ഔട്ട് ഓഫ് ന്യൂമറിക്കൽ സീക്വൻസിങ് ഓർഡർ ആണ്. അതായത് ഈ കോഡ് ഇവിടെ അല്ലല്ലോ വരേണ്ടത്. 8005 കഴിഞ്ഞാൽ 8008-1 അല്ല വരേണ്ടത്. പക്ഷേ ഇവിടെ ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ 2 ടെസ്റ്റുകളും സെയിം ആയതുകൊണ്ടാണ്. അതിൽ ഒരു കോഡ് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇതിനിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ 8061 ആണ്, ലിപ്പിഡ് പാനൽ. ഈ പാനലിലുള്ളത് കൊളസ്ട്രോൾ സീറം ടോട്ടൽ, ലിപ്പോ പ്രോട്ടീൻ ഡയറക്റ്റ് മെഷർമെൻറ്റ്, ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെയാണ് പറയുന്നത്. സോ ഈ 3 ടെസ്റ്റ് ഉണ്ടെങ്കിലേ 8061 റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ 8069 റീനൽ ഫങ്ഷൻ പാനലാണ്. ഇതിൽ ആൽബുമിൻ, കാൽസ്യം ടോട്ടൽ, കാർബൺ ഡയോക്സൈഡ്, ക്ലോറൈഡ്, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, ഫോസ്ഫറസ്, ഇനോർഗാനിക്, പൊട്ടാസ്യം, സോഡിയം, യൂറിയ, നൈട്രജൻ, ഇത്രയും ടെസ്റ്റുകൾ പറയുന്നുണ്ട്. സോ റീനൽ ഫങ്ഷൻ പാനൽ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം പെർഫോം ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ 8074 ആണ്, അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് പാനലാണ്. ഇതിലും കുറച്ച് ടെസ്റ്റുകളുണ്ട്, അതെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ 8076 ആണ്, ദാറ്റ് ഈസ് ഹെപ്പാറ്റിക് ഫങ്ഷൻ പാനലാണ്. അപ്പോൾ ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഹെപ്പാറ്റ് മീൻസ് ലിവർ ആണ്. അപ്പോൾ ലിവറിൻ്റെ ഫങ്ഷൻസിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പാനൽ ഓഫ് ടെസ്റ്റുകളാണ്. ഇപ്പം ഇതിൽ താഴെ പറഞ്ഞിട്ടുള്ള ആൽബുമിൻ, ബിലുറുബിൻ ഡയറക്റ്റും ടോട്ടലും ഉണ്ട്. ഫോസ്ഫറ്റേസ് ആണ്, പ്രോട്ടീൻ ട്രാൻസ്ഫറസ്, എലാനിൻ ട്രാൻസ്ഫറസ്, ആസ്പെറം, ഇതെല്ലാം ലിവർ ഫങ്ഷനെ ടെസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ 8069 പറഞ്ഞത് റീനൽ ഫങ്ഷൻ പാനലാണ്, അതായത് കിഡ്നി റിലേറ്റഡ് ടെസ്റ്റുകളായിരുന്നു. സോ മെയിൻ പോയിന്റുകൾ നോട്ട് ചെയ്യാനുള്ളതാണ്. ഡോണ്ട് കോഡ് എ ടെസ്റ്റ് 2 ടൈംസ്. ഒരു ടെസ്റ്റിന് 2 ടൈംസ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഡോണ്ട് മിസ് എനി ടെസ്റ്റ്. ഒരു ടെസ്റ്റിനെ നമ്മൾ മിസ് ചെയ്യാനും പാടില്ല. 5 ടെസ്റ്റും പ്ലസ് ഒരു എക്സ്ട്രാ ടെസ്റ്റും ഉണ്ടെങ്കിൽ നമ്മൾ ആ എൻറ്റയർ പാനലും ആ ഒരു എക്സ്ട്രാ ടെസ്റ്റിനെ കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഡോണ്ട് റിപ്പീറ്റ് എനി ടെസ്റ്റ് ആണ്. ഒരു ടെസ്റ്റും റിപ്പീറ്റ് ചെയ്ത് കോഡ് ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് 2 ടൈംസ് റിപ്പോർട്ട് ചെയ്യരുതെന്ന് പറയുന്നത്. അതുപോലെ 8047 ആൻഡ് 8053 ഒരുമിച്ച് കോഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, രണ്ടിലുമുള്ള ടെസ്റ്റുകൾ സെയിം ആണ്. പ്ലസ് 8053 കുറച്ച് എക്സ്ട്രാ ടെസ്റ്റുകളും കൂടി ഉണ്ട്. അതുപോലെ തന്നെ പാനൽ കോഡുകളുടെ കൂടെ മോഡിഫയർ 5222 ഒന്നും റിപ്പോർട്ട് ചെയ്യാനും പാടില്ല. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പേഷ്യൻ്റ് ഹാഡ് ഫോളോയിങ് ലാബ് ടെസ്റ്റ്: കാൽസ്യം അയണൈസ്ഡ്, കാർബൺ ഡയോക്സൈഡ്, ക്ലോറൈഡ്, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം,
സോഡിയം ആൻഡ് യൂറിയ നൈട്രജൻ 8 ടെസ്റ്റുകൾ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കാൽസ്യം അയണൈസ്ഡ് ഏതിലാണ് വരുന്നത്? ബേസിക് മെറ്റബോളിക് പാനലിലാണ് വരുന്നത്. സോ ഇതിന് നമുക്ക് ആൻസർ വരിക 80047 ആണ്. കാരണം അതിലുള്ള എല്ലാ ടെസ്റ്റുകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാൽസ്യം അയണൈസ്ഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറൈഡ്, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം, സോഡിയം, യൂറിയ നൈട്രജൻ. Next question, patient had following lab test: metabolic panel, bilirubin total, calcium total, carbon dioxide, chloride, creatinine, glucose, phosphate, alkaline, potassium, protein total, sodium, transferase, ALT, SGPT, transferase aspirate, ALT, SGOT, urea nitrogen, bilirubin direct, hepatitis A, IgM. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മെറ്റബോളിക് പാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബേസിക് ആണോ കോംപ്രഹെൻസീവ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മെറ്റബോളിക് പാനൽ എന്ന് പറഞ്ഞു. പിന്നെ ബിലിറുബിൻ ടോട്ടൽ പറഞ്ഞിട്ടുണ്ട്. കാൽസ്യം ടോട്ടലാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ക്ലോറൈഡ്, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, ഫോസ്ഫേറ്റ്, ആൽക്കലൈൻ, പൊട്ടാസ്യം, പ്രോട്ടീൻ ടോട്ടൽ, സോഡിയം, ട്രാൻസ്ഫറസ് എലാനിൻ അമിനോ, ട്രാൻസ്ഫറസ് ആസ്പിറേറ്റ് അമിനോ, പിന്നെ യൂറിയ നൈട്രജൻ. ഇത്രയും വരുന്നത് കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനലിൻ്റെ അണ്ടറിലാണ്. അതായത് 80053 വരുന്ന കോഡുകളാണ് ഈ ബിലിറുബിൻ ടോട്ടൽ തൊട്ട് യൂറിയ നൈട്രജൻ വരെയുള്ള ടെസ്റ്റുകൾ. പിന്നെ ഒരു ബിലിറുബിൻ ഡയറക്റ്റും ഹെപ്പറ്റൈറ്റിസ് എ IgMഉം പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ മെറ്റബോളിക് പാനൽ ഇത് ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഈ കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ. അല്ലെങ്കിലും ഇത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ബിലിറുബിൻ ഡയറക്റ്റും ഹെപ്പറ്റൈറ്റിസ് എ IgMഉം ആണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അതിൻ്റെ കോഡുകൾ വരുന്നത് 82248ഉം 86705ഉം ആണ്. സോ നമുക്കിവിടെ ആൻസർ വരുന്നത് 80053, 82248, 86705 ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞ കോംപ്രഹെൻസീവ് പാനലിന് കംപ്ലീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് 80053 റിപ്പോർട്ട് ചെയ്യാം. എക്സ്ട്രാ വന്നിട്ടുള്ള ബിലിറുബിൻ ഡയറക്റ്റിനും ഹെപ്പറ്റൈറ്റിസ് എ IgMനുള്ള കോഡുകൾ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കേണ്ടതാണ്. Next question, patient had comprehensive metabolic panel, also wants calcium ions and also basic metabolic panel. ഇവിടെ പേഷ്യൻറ്റിന് ഒരു കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ ചെയ്യുന്നുണ്ട്. ബേസിക് മെറ്റബോളിക് പാനലും അതോടൊപ്പം കാൽസ്യം അയോൺസും കൂടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ബേസിക് മെറ്റബോളിക് പാനലിലുള്ള എല്ലാ ടെസ്റ്റുകളും കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനലിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ബേസിക് മെറ്റബോളിക് പാനൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി കാൽസ്യം അയോൺസ് കൂടി ടെസ്റ്റ് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനലിൽ കാൽസ്യം അയോൺസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 80053 നോക്കുമ്പോൾ കാൽസ്യം ടോട്ടൽ ഉണ്ട്, കാൽസ്യം അയോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 80053 കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ റിപ്പോർട്ട് ചെയ്യുക. കാൽസ്യം അയോൺസിൻ്റെ 82330 ആണ്, അതുകൂടി റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 80053ഉം 82330 ആണ് കോഡ് വരുന്നത്. സോ അത് രണ്ടും കൂടി റിപ്പോർട്ട് ചെയ്യുക.